ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച സൈപ്രസിൽ എത്തി. ഊഷ്മളമായ സ്വീകരണമാണ് സൈപ്രസ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കായി ഒരുക്കിയിരിക്കുന്നത്. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിറ്റ്സ് തന്നെ നേരിട്ട് വിമാനത്താവളത്തിലെത്തി മോദിയെ സ്വീകരിച്ചു. സൈപ്രസിന് പുറമെ കാനഡ, ക്രൊയേഷ്യ എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി ഈ വട്ടം സന്ദർശിക്കുക. സൈപ്രസിൽ വിമാനമിറങ്ങി വിമാനത്താവളത്തിൽ എന്നെ പ്രത്യേകമായി സ്വീകരിച്ചതിന് സൈപ്രസ് പ്രസിഡന്റ് ശ്രീ നിക്കോസ് ക്രിസ്റ്റോഡൌലിറ്റ്സിന് എന്റെ നന്ദി. ഈ സന്ദർശനം ഇന്ത്യ സൈപ്രസ് ബന്ധങ്ങൾക്ക്, പ്രത്യേകിച്ച് വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ വലിയ പുരോഗമനത്തിന് കാരണമാകും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ എക്സ് പോസ്റ്റിൽ കുറിച്ചു. സൈപ്രസ് സന്ദർശിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇതിനു മുൻപ് 1983 ഇന്ദിരാഗാന്ധിയും 2002 അടൽ ബിഹാരി വാജ്പേയിയും സൈപ്രസ് സന്ദർശിച്ചിരുന്നു. 4 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ത്രിരാഷ്ട്ര സന്ദർശനമാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. ജൂൺ 15, 16 തീയതികളിൽ അദ്ദേഹം സൈപ്രസിലായിരിക്കും. ജൂൺ 16, 17 തീയതികളിൽ കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇതിനുശേഷം ജൂൺ 18 മോദി ക്രൊയേഷ്യയിലേക്ക് പോകും. തുടർന്ന് ജൂൺ 19 അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങും. കഴിഞ്ഞ 23 വർഷത്തിനിടെ സൈപ്രസിൽ സന്ദർശനം നടത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. G7 ചർച്ചകൾക്ക് മുന്നോടിയായി യൂറോപ്പുമായും സഖ്യകക്ഷികളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിലെ മറ്റൊരു സുപ്രധാന ചുവടുവയ്പായാണ് മോദിയുടെ സൈപ്രസ് സന്ദർശനത്തെ ലോകരാജ്യങ്ങൾ വീക്ഷിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന ആദ്യത്തെ വിദേശ രാജ്യം കൂടിയാണ് സൈപ്രസ്. സന്ദർശനത്തെ ചരിത്രപരമെന്നാണ് സൈപ്രസ് പ്രസിഡന്റ് എക്സിൽ കുറിച്ചത്. സഹകരണത്തിന്റെ പുതിയ അധ്യായമാണ് ഇവിടെ ആരംഭിക്കുന്നതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. മോദിയുടെ സൈപ്രസ് സന്ദർശനം നയതന്ത്ര ബന്ധത്തിന് പുറമെ അന്തർദേശീയ താൽപര്യത്തിനും അനുസരിച്ചുള്ള നീക്കമായാണ് വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് തുർക്കിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്ക് തുർക്കി പാകിസ്ഥാനെ ആയുധം നൽകി സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് കശ്മീർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തുർക്കി സ്വീകരിക്കുന്നത്. തുർക്കിയും സൈപ്രസും തമ്മിലുള്ള ബന്ധവും മികച്ചതല്ല. സൈപ്രസിന്റെ ഒരു ഭാഗം തുർക്കി വംശജരായ വിമതരുടെ കൈവശമാണ്. വിമതരെ തുർക്കി അംഗീകരിക്കുകയും അവരുടെ കൈവശമുള്ള പ്രദേശത്തെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സൈപ്രസുമായുള്ള ബന്ധം കൂടുതൽ ബലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യക്ക് ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പിലും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും നിരന്തരം പിന്തുണ നൽകിയ രാജ്യമാണ് സൈപ്രസ്. അതേസമയം മോദിയുടെ സൈപ്രസ് സന്ദർശനം തുർക്കിക്കുള്ള മുന്നറിയിപ്പാണെന്നും വിലയിരുത്തലുകളുണ്ട്. സൈപ്രസിന്റെ 1/3 കൈവശപ്പെടുത്തിയിരിക്കുന്നത് തുർക്കി പിന്തുണയുള്ള വിമതരാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിയുടെ നടപടിക്കെതിരെ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിരുന്നു. മോദിക്കൊപ്പം 100ഓളം ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും സൈപ്രസിൽ എത്തിയിട്ടുണ്ട്. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടി, ക്രൊയേഷ്യൻ സന്ദർശനം എന്നിവയാണ് ഇത്തവണത്തെ വിദേശ പര്യടനത്തിൽ ഉള്ളത്. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ക്രൊയേഷ്യ സന്ദർശിക്കാൻ പോകുന്നത്. ജൂൺ 15, 16 ദിവസങ്ങളിലായി സൈപ്രസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി G7 ഉച്ചകോടിക്ക് കാനഡയിലേക്ക് തിരിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മസ്.